2026-27 വർഷത്തെ പൂരം നക്ഷത്രക്കാരുടെ ഗ്രഹസ്ഥിതിയും ഗോചരഫലങ്ങളും അതീവ സൂക്ഷ്മതയോടെ വിലയിരുത്തുമ്പോൾ അഷ്ടമരാശിയിൽ നിൽക്കുന്ന ശനിയും ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴവും നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണിതെന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. തൊഴിലിടത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളോ പെട്ടെന്നുള്ള സ്ഥലം മാറ്റമോ ഈ കാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വിലയിരുത്തുമ്പോൾ വരവിനേക്കാൾ ചെലവ് അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന സാഹചര്യവും യാതൊരു പ്രയോജനവുമില്ലാത്ത അനാവശ്യമായ യാത്രകളും കാണുന്നുണ്ടെങ്കിലും വർഷത്തിൻ്റെ രണ്ടാം പകുതിയോടെ 6ാം ഭാവത്തിലേക്ക് മാറുന്ന രാഹുവിൻ്റെ അതിശക്തമായ സ്വാധീനം കാരണം എന്തു വലിയ പ്രതിസന്ധികളെയും ശത്രുതകളെയും രൂക്ഷമായ കടബാധ്യതകളെയും അത്ഭുതകരമായി അതിജീവിക്കാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു ഉൾക്കരുത്ത് ലഭിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഉദരസംബന്ധമായതോ അസ്ഥിസംബന്ധമായതോ ആയ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും ഒരു കാരണവശാലും ഈ കാലയളവിൽ അവഗണിക്കരുത്. കൃത്യമായ വൈദ്യസഹായം തേടാൻ മടിക്കരുത്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഈഗോ പ്രശ്നങ്ങളും തലപൊക്കാൻ സാധ്യതയുണ്ടെങ്കിലും പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ടു പോയാൽ വലിയ പ്രതിസന്ധികൾ ഒഴിവാക്കാവുന്നതാണ്. വർഷങ്ങളായി നീണ്ടുനിൽക്കുന്ന കോടതി വ്യവഹാരങ്ങളിൽ തികച്ചും അനുകൂലമായ വിധികൾ സമ്പാദിക്കാനും വിദേശത്തേക്ക് ഉപരിപഠനത്തിനോ ജോലിക്കോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മികച്ച അവസരങ്ങൾ തുറന്നുകിട്ടാനും ഈ സമയം ഏറെ അനുകൂലമാണ്. ഇത് പൂർണ്ണമായും ഒരു പൊതുവായ ഗോചരഫലമാണെന്നും ഓരോ വ്യക്തിയുടെയും സ്വന്തം ജാതകത്തിലെ ഗ്രഹനില, നടന്നുകൊണ്ടിരിക്കുന്ന അന്തരദശകൾ, ഗ്രഹയോഗങ്ങൾ, പാപദോഷങ്ങൾ, കൃത്യമായ ജനനസമയം, ലഗ്നത്തിൻ്റെ പ്രത്യേകതകൾ തുടങ്ങിയവ അനുസരിച്ച് അനുഭവത്തിൽ വരുന്ന ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളും വ്യത്യാസങ്ങളും തീർച്ചയായും ഉണ്ടാകാമെന്നും പ്രത്യേകം ഓർക്കുക. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിർമണ്ഡലം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗ്രഹമാറ്റങ്ങളെ ഭയപ്പെടാനല്ല, മറിച്ച് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും ലഭ്യമായ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനുമുള്ള ഒരു വ്യക്തമായ വഴികാട്ടിയായി ഈ വരാനിരിക്കുന്ന മാറ്റങ്ങളെ കാണാൻ ശ്രമിക്കണം. ഈ സമയം ഈശ്വരഭക്തിയോടും തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടും കൂടി ഓരോ ചുവടും മുന്നോട്ടു വയ്ക്കേണ്ടത് പൂരം നക്ഷത്രക്കാരുടെ ശോഭനമായ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ കാലയളവിലെ മാസഫലങ്ങൾ ചിങ്ങം മാസം മുതൽ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ നീളുന്ന ചിങ്ങം മാസത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് ചില പുതിയ ഉത്തരവാദിത്തങ്ങളും വെല്ലുവിളികളും ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ജന്മരാശിയിലൂടെയുള്ള സൂര്യസഞ്ചാരം കാരണം ശാരീരികമായ വലിയ അലസതയും മാനസികമായ ചില അനാവശ്യ സമ്മർദ്ദങ്ങളും ഈ സമയത്ത് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ദിനചര്യകൾ കൃത്യമായി പാലിച്ച് പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. അനാവശ്യമായ തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ചെന്നുചാടാതെ വിട്ടുനിൽക്കുന്നത് കുടുംബത്തിലെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കും. തുടർന്നു വരുന്ന സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 17 വരെയുള്ള കന്നിമാസത്തിൽ സാമ്പത്തിക രംഗത്ത് അപ്രതീക്ഷിതമായ ചില വലിയ നേട്ടങ്ങൾ വന്നുചേരുമെങ്കിലും സംസാരത്തിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ അത് അടുത്ത സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും കടുത്ത അകൽച്ചയ്ക്ക് കാരണമായേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ 100% കൃത്യത പുലർത്താനും പഴയ കടങ്ങൾ വലിയൊരു പരിധിവരെ കൊടുത്തു തീർക്കാനും ഈ സമയം തികച്ചും അനുകൂലമാണ്. തുടർന്നു വരുന്ന തുലാം മാസം, അതായത് ഒക്ടോബർ 18 മുതൽ നവംബർ 16 വരെയുള്ള കാലയളവിൽ പൂരം നക്ഷത്രക്കാർക്ക് അപാരമായ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടുപോയ പ്രവർത്തനോർജ്ജവും പൂർണ്ണമായും തിരികെ ലഭിക്കുന്നതാണ്. സഹോദരങ്ങളുമായുള്ള ബന്ധം മുമ്പെന്നത്തേക്കാളും ദൃഢമാവുകയും ചെറിയ ദൂരയാത്രകൾ വഴി ബിസിനസ് രംഗത്ത് വലിയ തോതിലുള്ള നേട്ടങ്ങൾ കൊയ്യാനും ഈ സമയം സാധിക്കും. പുതിയതും മികച്ചതുമായ കൂട്ടുകെട്ടുകൾ ഉടലെടുക്കാനും അവ ഭാവിയിലേക്ക് സാമ്പത്തികമായി വലിയ ഗുണകരമായി മാറാനും ഈ സമയം ഇടയാക്കും.
തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ചില മറുപടികൾ ലഭിക്കാനും തടസ്സപ്പെട്ടുകിടന്നിരുന്ന പല പ്രധാന കാര്യങ്ങളും വീണ്ടും അതിവേഗം സജീവമായി തുടങ്ങാനും ഈ കാലയളവ് ഏറെ സഹായകമാകും. നവംബർ 17 മുതൽ ഡിസംബർ 15 വരെ നീണ്ടുനിൽക്കുന്ന വൃശ്ചിക മാസത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും വലിയ സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന വളരെ പോസിറ്റീവായ ഒരു അന്തരീക്ഷം സംജാതമാകും. പുതിയ വാഹനമോ വീടോ ഭൂമിയോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനായി പരിശ്രമിക്കുന്നവർക്കും അതിനുള്ള അനുകൂലമായ ഭൗതിക സാഹചര്യങ്ങൾ ഈ സമയത്ത് തീർച്ചയായും ഒത്തുവരുന്നതാണ്. മാതാവിൻ്റെ ആരോഗ്യത്തിൽ നാളുകളായുണ്ടായിരുന്ന വലിയ ബുദ്ധിമുട്ടുകൾക്ക് ഈ മാസത്തിൽ കാര്യമായ ശമനം ലഭിക്കുകയും കുടുംബാംഗങ്ങൾക്കൊപ്പം കൂടുതൽ സമയം സമാധാനമായി ചിലവഴിക്കാൻ സാധിക്കുകയും ചെയ്യും. ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെയുള്ള ധനുമാസത്തിൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലും നിങ്ങൾക്ക് അഭിമാനകരമായ പല നേട്ടങ്ങളും കേൾക്കാൻ സാധിക്കും. സ്വന്തം ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ ബിസിനസ്സിൽ വളരെ വലിയ സാമ്പത്തിക വളർച്ച നേടാനും ഷെയർ മാർക്കറ്റ്, ഫണ്ട് നിക്ഷേപങ്ങൾ പോലെയുള്ള ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും ഇരട്ടി സാമ്പത്തിക ലാഭമുണ്ടാക്കാനും ഈ കാലയളവിൽ പൂർണ്ണമായും കഴിയും. തുടർന്നു വരുന്ന മകരം മാസം, അതായത് ജനുവരി 14 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള കാലത്ത് തൊഴിലിടത്തിലും പുറത്തുമുള്ള രഹസ്യ ശത്രുക്കളുടെ ശല്യം പൂർണ്ണമായും ഇല്ലാതാവുകയും തടസ്സപ്പെട്ടു കിടന്നിരുന്ന പല സർക്കാർ കാര്യങ്ങളും പെട്ടെന്നു തന്നെ നടന്നുകിട്ടുകയും ചെയ്യും. പഴയ കടങ്ങൾ വലിയൊരു ശതമാനം ഒറ്റയടിക്ക് അടച്ചു തീർക്കാനും കോടതി വ്യവഹാരങ്ങൾ നിലവിലുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കാനും ഈ സമയം ഏറ്റവും മികച്ചതാണ്. ആരോഗ്യകാര്യങ്ങളിൽ മുമ്പുണ്ടായിരുന്ന വലിയ പ്രതിസന്ധികൾ പൂർണ്ണമായും മാറിക്കിട്ടുകയും വിദ്യാർത്ഥികൾക്ക് അവരുടെ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും ഈ മകരം മാസത്തെ വളരെ അനുകൂലമായ ഗ്രഹസ്ഥിതി വലിയ രീതിയിൽ തന്നെ സഹായിക്കുന്നതാണ്. ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെ നീളുന്ന കുംഭം മാസത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മുമ്പില്ലാത്ത വിധം കൂടുതൽ ഐക്യവും സ്നേഹവും പരസ്പര വിശ്വാസവും പ്രകടമാകും. പുതിയ ബിസിനസ് പങ്കാളികളുമായി ചേർന്ന് വലിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അതിൽ നിന്നും സുസ്ഥിരവും മികച്ചതുമായ ഒരു വരുമാന മാർഗം കണ്ടെത്താനും ഈ മാസം സാധിക്കും. വിവാഹത്തിന് ശ്രമിക്കുന്ന അവിവാഹിതർക്ക് തികച്ചും അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഈ സമയം ഏറെ അനുകൂലവും യോഗമുള്ളതുമാണ്. എന്നാൽ മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെയുള്ള മീനം മാസത്തിൽ ഗ്രഹസ്ഥിതികൾ അല്പം പ്രതികൂലമായി മാറുന്നതിനാൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ വലിയ ശ്രദ്ധയും മുൻകരുതലും ആവശ്യമാണ്. ഈ കാലയളവിൽ അഷ്ടമരാശിയിലൂടെയുള്ള സൂര്യന്റെയും അതോടൊപ്പം നിൽക്കുന്ന ശനിയുടെയും സംയുക്ത സഞ്ചാരം ആരോഗ്യകാര്യങ്ങളിലും തൊഴിലിടത്തിലും വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് നൽകുന്നത്. സ്വന്തമായി വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും രാത്രികാലങ്ങളിൽ ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോഴും അതീവ ജാഗ്രത നിർബന്ധമായും പുലർത്തണം. അപ്രതീക്ഷിതമായ സാമ്പത്തിക നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങുന്നതിനും വലിയ കൂട്ടുകച്ചവടങ്ങളിൽ ഏർപ്പെടുന്നതിനും ഈ സമയം ഒട്ടും തന്നെ അനുകൂലമല്ല. തുടർന്നുവരുന്ന മേടം മാസം, അതായത് ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞ മാസത്തെ പ്രതിസന്ധികളെല്ലാം പതിയെ മാറി ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ വീണ്ടും ലഭിച്ചു തുടങ്ങും. വിദേശത്തേക്ക് പോകാൻ നിരന്തരം ശ്രമിക്കുന്നവർക്ക് വിസ, പാസ്പോർട്ട് സംബന്ധമായുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായും നീങ്ങിക്കിട്ടുകയും പിതാവിൽ നിന്നോ പിതൃതുല്യരായ മുതിർന്ന വ്യക്തികളിൽ നിന്നോ അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായങ്ങളും വിലപ്പെട്ട ഉപദേശങ്ങളും കൃത്യസമയത്ത് ലഭിക്കുകയും ചെയ്യും. ഈശ്വരീയവും ആത്മീയവുമായ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം ജനിക്കാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഈ മേടം മാസകാലയളവിൽ ശക്തമായ യോഗം കാണുന്നുണ്ട്. മെയ് 15 മുതൽ ജൂൺ 14 വരെ നീളുന്ന ഇടവം മാസത്തിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് നിങ്ങളുടെ സ്വന്തം കഴിവിനും ആത്മാർത്ഥതയ്ക്കും പൂർണ്ണമായ അംഗീകാരവും പ്രശംസയും ലഭിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനക്കയറ്റമോ അർഹമായ ശമ്പളവർദ്ധനവോ ഈ സമയത്ത് ഉറപ്പായും പ്രതീക്ഷിക്കാം.
പുതിയ തൊഴിൽ തേടുന്നവർക്ക് വളരെ മികച്ച കമ്പനികളിൽ ഉന്നത പദവികളിൽ ജോലി ലഭിക്കാനും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭത്തോടെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങി വികസിപ്പിക്കാനും ഈ സമയം ഏറ്റവും അനുകൂലമാണ്. ജൂൺ 15 മുതൽ ജൂലൈ 16 വരെയുള്ള മിഥുനം മാസത്തിൽ സാമ്പത്തികമായ ഏറ്റവും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സഫലമാകുന്ന സവിശേഷമായ അവസ്ഥയും ജീവിതത്തിലുണ്ടാകും. കുടുംബത്തിലെ മൂത്ത സഹോദരങ്ങളിൽ നിന്ന് സാമ്പത്തികവും മാനസികവുമായ വലിയ പിന്തുണ ലഭിക്കാനും പുതിയതും സത്യസന്ധരുമായ സുഹൃത്തുക്കളെ സമ്പാദിക്കാനും ഈ സമയം വളരെ നല്ലതാണ്. നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകൾ പൂർണ്ണമായും തീർക്കാനും ഭാവിയിലേക്ക് വലിയൊരു തുക മിച്ചം പിടിക്കാനും സാധിക്കുന്ന മികച്ച ഒരു സുവർണകാലമാണിത്. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള കർക്കിടകം മാസത്തിൽ നിങ്ങളുടെ വരവിനേക്കാൾ അല്പം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നുണ്ട്. 12ാം ഭാവത്തിലൂടെയുള്ള കേതുവിന്റെ സഞ്ചാരം ആത്മീയ കാര്യങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും പുണ്യപ്രവർത്തികൾക്കും വേണ്ടി കൂടുതൽ പണം ചിലവാക്കാൻ നിങ്ങളെ സ്വാഭാവികമായി പ്രേരിപ്പിച്ചേക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനുള്ള പുതിയ അവസരങ്ങൾ ലഭിക്കാനും ഈ സമയം പൂർണ്ണമായും അനുകൂലമാണ്. ഈ 2026-2027 കാലഘട്ടം അഷ്ടമശനിയുടെ വെല്ലുവിളികൾ തീർച്ചയായും ഉണ്ടെങ്കിലും നിരന്തരമായ ഈശ്വര പ്രാർത്ഥനയിലൂടെയും തികഞ്ഞ ആത്മവിശ്വാസത്തിലൂടെയും പൂരൻ നക്ഷത്രക്കാർക്ക് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ ഫലം കൂടിയാണിത്. കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി ജ്യോതിർമണ്ഡലം എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.